പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പേജ് നമ്പർ 15-ലെ 4th ക്വസ്റ്റ്യൻ ആണ്. 5th ടേം 8-ഉം 9th ടേം 10-ഉം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് 5 ടേംസ് ഓഫ് ദി സീക്വൻസ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത ക്വസ്റ്റ്യൻ്റെ ബാക്കി ഭാഗമാണ് ഇപ്പം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ 5th ടേം 8, 9th ടേം 10. നമ്മൾ എന്ത് വേണം? കോമൺ ഡിഫറൻസ് ആദ്യം കാണണം. കോമൺ ഡിഫറൻസിന് ഞാൻ സ്മോൾ ഡി ആയിട്ടാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കോമൺ ഡിഫറൻസ് എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യല്? 10 - 8 ഡിവൈഡഡ് ബൈ 9 - 5. ടേം ഡിഫറൻസ് ഡിവൈഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് ആയിരുന്നു കോമൺ ഡിഫറൻസ് കാണാനുള്ള ഇക്വേഷൻ അല്ലേ. അപ്പം 10 - 8 എന്ന് പറഞ്ഞാൽ ആൻസർ 2 ആണ് ആണല്ലോ. 9 - 5 എന്ന് പറഞ്ഞാൽ ആൻസർ 4. 2/4 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. നമുക്ക് കോമൺ ഡിഫറൻസ് എന്ത് കിട്ടി? 1/2 എന്ന് കിട്ടി അല്ലേ. ഇനി നമുക്ക് എന്താ കാണേണ്ടത്? ഫസ്റ്റ് ടേം വേണം, സെക്കൻഡ് ടേം, തേർഡ് ടേം, 4th ടേം ആൻഡ് 5th ടേം. ഇത്ര ടേംസ് നമുക്ക് കാണാനുണ്ട് അല്ലേ. നമ്മൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് ടേം നോക്കണം. ഫസ്റ്റ് ടേം അല്ലെങ്കിൽ x1 എഴുതാം. ഫസ്റ്റ് ടേം നമുക്ക് ഫസ്റ്റ് ടേം വേണമെങ്കിൽ x1 ആയിട്ട് എടുക്കാം. എന്താണ് ഫസ്റ്റ് ടേം എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്? നമുക്ക് തന്നിരിക്കുന്ന 5th ടേം ആണ് അല്ലെ. 5th ടേമിൽ നിന്നും 4 ടൈംസ് കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഫസ്റ്റ് ടേം കിട്ടും അല്ലെ. ഫസ്റ്റ് ടേം കിട്ടണമെങ്കിൽ തന്നിരിക്കുന്ന 5th ടേമിൽ നിന്നും 4 ടൈംസ് കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഫസ്റ്റ് ടേം കിട്ടും. അതായത് 5th ടേം എത്രയാണ്? 8. 8 - 4 ടൈംസ് കോമൺ ഡിഫറൻസ്. 8 - 4 ഇൻറ്റു കോമൺ ഡിഫറൻസ് എത്രയാണ്? 1/2. അപ്പം 8 - 4 ഇൻറ്റു 1/2 എന്ന് പറഞ്ഞാൽ ആൻസർ 4/2. 4/2 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 8 - 4/2 എന്ന് പറഞ്ഞാൽ ആൻസർ 2 ആണ് അല്ലെ. 8 - 2 എന്ന് പറഞ്ഞാൽ ആൻസർ എത്രയാണ്? 6. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഫസ്റ്റ് ടേം 6 കിട്ടി. ഫസ്റ്റ് ടേം 6 കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാം? സെക്കൻഡ് ടേം ഫൈൻഡ് ഔട്ട് ചെയ്യാം അല്ലെ. സെക്കൻഡ് ടേം എന്താണ്? ഫസ്റ്റ് ടേം എന്താണ്? x1 പ്ലസ് d കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? സെക്കൻഡ് ടേം കിട്ടും അല്ലെ. x1 എത്രയാണ് ഇവിടെ? 6 ആണ്. d എത്രയായിരുന്നു? 1/2 അല്ലെ. 6 + 1/2 എന്ന് പറയുമ്പോൾ 6.5. അപ്പൊ നമുക്ക് സെക്കൻഡ് ടേം എത്ര കിട്ടി? 6.5 കിട്ടി അല്ലെ. ഇനി എന്ത് വേണം? തേർഡ് ടേം കാണണം. ഇതേപോലെ തേർഡ് ടേം ഈക്വൽ ടു x2 പ്ലസ് അല്ലെ. സെക്കൻഡ് ടേം ആണ് അല്ല, അതിന്റെ ഒന്നിച്ച് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? തേർഡ് ടേം കിട്ടി. x2 എത്രയാണ്? 6.5 അല്ലെ പ്ലസ് ഹാഫ്. അപ്പൊ എത്ര കിട്ടി? 7 കിട്ടി. തേർഡ് ടേം കിട്ടി. ഇനി എന്ത് വേണം? ഫോർത്ത് ടേം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർത്ത് ടേം ഈക്വൽ ടു x3 തേർഡ് ടേം പ്ലസ് കോമൺ ഡിഫറൻസ് അല്ലെ. എന്താണ് തേർഡ് ടേം? 7 പ്ലസ് ഹാഫ്. 7 പ്ലസ് ഹാഫ് എന്ന് പറഞ്ഞാൽ 7.5. നമുക്ക് തേർഡ് ടേമും കിട്ടി, അതായത് ഫോർത്ത് ടേമും കൂടി കിട്ടി അല്ലെ. അപ്പൊ 5th ടേം ഓൾറെഡി ഗിവൺ ആണ്. എത്രയാണ് 5th ടേം എന്ന് പറയുന്നത്? 8 ആണ് അല്ലെ. 5th ടേം നമ്മളെ ക്വസ്റ്റ്യനിലുണ്ട്. അപ്പൊ നമുക്കത് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ സീക്വൻസ് എങ്ങനെ വരും? ദി സീക്വൻസ് ഈക്വൽ ടു ഫസ്റ്റ് ടേം ഏതാണ്? 6.5 7 7.5 8 ഇങ്ങനെ പോകുന്ന സീക്വൻസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 5th ക്വസ്റ്റ്യൻ ആണ്. 5th ടേം 7 ആൻഡ് 7th ടേം 5. നമുക്ക് എന്ത് ചെയ്യാം? കോമൺ ഡിഫറൻസ് എന്ത് വരും? സെവൻത്ത് ടേം അല്ലെ. 5 - 7 ഡിവൈഡഡ് ബൈ 7 - 5. 5 - 7 എത്രയാണ്? -2. 7 - 5 2 ആണ്. ആൻസർ -1. നമുക്ക് കോമൺ ഡിഫറൻസ് എത്ര കിട്ടി? -1 കിട്ടി അല്ലെ. അപ്പൊ നമുക്ക് ഇനി എന്താ വേണ്ടത്? ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം അല്ലെ. ഫസ്റ്റ് ടേം എങ്ങനെ കണ്ടുപിടിക്കും? 5th ടേം ആയ അല്ലെ. 5th ടേം -4 ഇൻറ്റു കോമൺ ഡിഫറൻസ്. 5th ടേം എത്രയാണ്? 7 ആണ്. 7 -
4 ഇൻറ്റു -1. എന്ത് ചെയ്യാ 7 - 4 ഇൻറ്റു -1 എന്ന് പറഞ്ഞാൽ ആൻസർ +4 ആയിരിക്കും. മൈനസിനെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ എപ്പോൾ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പം -4 ഇൻറ്റു -1 എന്ന് പറഞ്ഞാൽ ആൻസർ +1 അല്ല +4 ആണ്. അപ്പൊ 7 + 4 എത്രയാണ്? 11 ആണ്. ക്ലിയർ അല്ലേ? ഫസ്റ്റ് ടേം കിട്ടി. ഇനി നമുക്ക് എന്ത് വേണം? സെക്കൻഡ് ടേം കണ്ടുപിടിക്കണം അല്ലെ? സെക്കൻഡ് ടേം ഈക്വൽ ടു എന്ത് വേണം? ഫസ്റ്റ് ടേം എന്തായിട്ടാണ് എടുത്തത്? x1 അല്ലെ? x1 പ്ലസ് കോമൺ ഡിഫറൻസ്. നമുക്ക് എന്ത് കിട്ടും? സെക്കൻഡ് ടേം കിട്ടും. x1 എത്രയായിരുന്നു? 11. 11 പ്ലസ് -1. 11 പ്ലസ് -1 എന്ന് പറഞ്ഞാൽ രണ്ട് ഡിഫറെന്റ് സൈൻ ആണ്. 11ന്റെ സൈൻ എത്ര എന്താണ്? പോസിറ്റീവും നെഗറ്റീവ് 1 ആണ്. 1ന്റെ സൈൻ നെഗറ്റീവ് ആണ്. അപ്പൊ എന്ത് ചെയ്യാ? വലിയ നമ്പർ നിന്ന് ചെറിയ നമ്പർ മൈനസ് ചെയ്യുക, എന്നിട്ട് വലിയ നമ്പറിന്റെ സൈൻ ഇട്ടോളാം. അപ്പൊ എത്ര വരും? ആൻസർ 10 ആണ്. 11 - 1 10 പോസിറ്റീവ് 10 ആണ്. 11ന്റെ സൈൻ എന്താണ്? പോസിറ്റീവ് ആണ്. തേർഡ് ടേം നോക്കാം. തേർഡ് ടേം എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് കിട്ടിയ എന്താണ്? ഇത് സെക്കൻഡ് ടേം ആണ് അല്ലെ? അപ്പൊ ഇനി x2 പ്ലസ് d. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? തേർഡ് ടേം കിട്ടും, അതായത് x3 കിട്ടും. തേർഡ് ടേം ഇത് x1 ആയിട്ട് എടുക്കാം, x2 ആയിട്ട് എടുക്കാം, x3 ആയിട്ട് എടുക്കാം. അപ്പൊ തേർഡ് ടേം എന്താണ്? എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്? x2 എത്ര കിട്ടിയത്? 10. 10 പ്ലസ് -1 എത്രയാണ്? ആൻസർ 9 ആണ് അല്ലെ? 10ന്റെ സൈന് പോസിറ്റീവും 1ന്റെ സൈന് നെഗറ്റീവും ആണ്. അപ്പൊ വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ മൈനസ് ചെയ്തിട്ട് വലിയ നമ്പറിന്റെ സൈന് പോസിറ്റീവ് സൈൻ ആയതുകൊണ്ട് പോസിറ്റീവ് നമ്മൾ പ്രത്യേകം അതിലിടേണ്ട ആവശ്യം വരുന്നില്ല. ക്ലിയർ അല്ലേ? ഫോർത്ത് ടേം ഇതാണ് x3 അല്ലെ? അപ്പൊ എന്ത് ചെയ്യാ? ഫോർത്ത് ടേം ഈക്വൽ ടു x3 പ്ലസ് d. x3 എത്രയാണ്? 9 പ്ലസ് -1 ഈക്വൽ ടു 8. അപ്പൊ നമുക്ക് ഫോർത്ത് ടേമും കിട്ടി അല്ലേ? ഫോർത്ത് ടേം എന്താണ്? 8. ഫിഫ്ത്ത് ടേം ഓൾറെഡി ഗിവൺ ആണ് ക്വസ്റ്റ്യനിൽ അല്ലെ? എത്രയാണ് ഫിഫ്ത്ത് ടേം? എന്തായിരുന്നു? ഫിഫ്ത്ത് ടേം ഈക്വൽ ടു 7. ക്ലിയർ അല്ലേ? ഫിഫ്ത്ത് ടേം 7 ആയിരുന്നു. ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് ഫസ്റ്റ് 5 ടേംസ് കിട്ടി അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്താ? ദി സീക്വൻസ് എന്താണ്? സീക്വൻസ് ദി സീക്വൻസ് ഈക്വൽ ടു ഫസ്റ്റ് ഏതായിരുന്നു? 11 10 9 8 7 എക്സെട്ര ഇങ്ങനെയുള്ള സീക്വൻസ് ആണ് നമുക്ക് കിട്ടേണ്ടത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇനി നമുക്ക് പേജ് നമ്പർ 18 ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: വാട്ട് ഈസ് ദി 25th ടേം ഓഫ് ദി അരിത്മെറ്റിക് സീക്വൻസ്? സീക്വൻസ് എന്താണ്? 1 11 21 എക്സെട്ര. 1 11 21 എന്നിങ്ങനെ പോകുന്ന സീക്വൻസിൽ 25th ടേം ഫൈൻഡ് ഔട്ട് ചെയ്യണം അല്ലെ? അതാണ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദി 25th ടേം ഓഫ് ദി അരിത്മെറ്റിക് സീക്വൻസ് 1 11 21 എക്സെട്ര. നമ്മുടെ സീക്വൻസ് എന്താണ്? 1 11 21 ഇങ്ങനെ പോകുന്ന ഒരു സീക്വൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലെ? അവിടെ നിന്ന് നമുക്ക് എന്ത് കാണണം? 25th ടേം ഏതാണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ ആദ്യം എന്ത് വേണം? കോമൺ ഡിഫറൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇപ്പൊ തന്നിരിക്കുന്ന സീക്വൻസ് നമുക്ക് എന്താണ്? ഇത് ആദ്യ പദം ഉണ്ട്, അതായത് ഫസ്റ്റ് ടേം ഉണ്ട്, സെക്കൻഡ് ടേം, തേർഡ് ടേം ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് കോമൺ ഡിഫറൻസ് പെട്ടെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് കോമൺ ഡിഫറൻസ്? d ഈക്വൽ ടു 11 - 1. 11 - 1 എത്രയാണ്? 10. അല്ലെങ്കിൽ 21 - 11 10 ആണ്. അപ്പൊ നമുക്ക് കോമൺ ഡിഫറൻസ് എന്ത് കിട്ടി? 10 കിട്ടി അല്ലെ? ഇനി നമുക്ക് കാണേണ്ടത് എന്താണ്? 25th ടേം. നമുക്ക് ആദ്യ ടേം x1 ആയിട്ട് എടുത്താൽ 25th ടേം എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായിട്ട് എടുക്കാം? x25 എന്ന് നമുക്ക് ഡിനോട്ട് ചെയ്യാം. x25 എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? 25th ടേം എന്നാണ് കേട്ടോ. അത് ഞാൻ സിമ്പിൾ ആയിട്ട് x25 എന്ന് എടുത്തു. ക്ലിയർ അല്ലേ? x25 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേമിന്റെ ഒന്നിച്ച് എത്ര പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് 25th ടേം കിട്ടുന്നത്? 24 ടൈംസ് ആഡ് ചെയ്യണം. എത്ര ടൈംസ് ആഡ് ചെയ്യണം? 24 ടൈംസ്. അപ്പൊ x1 പ്ലസ് 24 d ആണ് x25 കാണുന്നത്. എന്താണ് x25 എന്ന് പറഞ്ഞാൽ? x1 പ്ലസ് 24 d ഫസ്റ്റ് ടേം പ്ലസ് 24 ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യാം. നമുക്ക് എന്താണ് ഫസ്റ്റ് ടേം ഇവിടെ ക്വസ്റ്റ്യനിലുണ്ട്? എത്രയാണ്? 1 ആണ്. 1 പ്ലസ് 24 ഇൻറ്റു
എത്രയാണ് 10. 1 + 24 × 10 എന്ന് പറഞ്ഞാൽ 240. അപ്പൊ നമ്മുടെ ആൻസർ എന്ത് കിട്ടും? 1 + 240 എന്ന് പറഞ്ഞാൽ ആൻസർ 241. അപ്പൊ 25th ഇങ്ങനെയുള്ള ഈ സീക്വൻസ്, അതായത് 1, 11, 21 എക്സെട്ര ഇങ്ങനെ പോകുന്ന ഈ സീക്വൻസിൽ 25th ടേം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 241. ക്ലിയർ അല്ലേ?